എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളുമായിട്ടാണ് കേട്ടോ. നമ്മൾക്ക് വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ടാൽക്കം പൗഡർ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾക്ക് വീട്ടിൽ ഈ പൗഡറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ടിപ്സുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ടിപ്സുകൾ എങ്ങനെയെന്ന് കണ്ടു നോക്കാം. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ എണ്ണക്കുപ്പികളൊക്കെ ഒഴിയുമ്പോൾ നമ്മൾക്ക് അത് കഴുകിയെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ടിപ്സ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതൊരു പൗഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വീട്ടിൽ ഏത് പൗഡറും യൂസ് ചെയ്യാം കേട്ടോ. ഈ പൗഡർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് വിധം പൗഡറുകൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് കുറച്ച് പൗഡർ തട്ടി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ വശത്തേക്കും നമ്മൾ ഒരുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒരു കോല അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് തിരിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അരിപ്പൊടി വെച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി വെച്ചിട്ട് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിലേറെയൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളുടെ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. സോപ്പ് പൊടി അല്ലെങ്കിൽ ഫയർ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് വെള്ളം കൊണ്ട് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷ് വാഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുതിയ കുപ്പികൾ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എങ്ങനെയൊന്ന് നോക്കാം. ഇനി നമ്മൾക്ക് കിച്ചണിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾക്ക് ഡ്രസ്സിൽ എണ്ണ തൂവി പോവാറുണ്ടല്ലോ ചില സമയത്തൊക്കെ. അത് നമ്മൾക്ക് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സോപ്പ് വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പോയി കിട്ടില്ല. അപ്പം നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പൗഡർ വെച്ചിട്ട് നമ്മൾക്ക് ഒരു കുറച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരസി കൊടുക്കുക. അല്ലാണ്ട് വെള്ളമൊന്നും ചേർത്തിട്ട് ഉരസരുത് കേട്ടോ. പൗഡർ വെച്ചിട്ട് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതൊരു 2 മിനിറ്റൊക്കെ ചെയ്താൽ മതി. എന്നാൽ തന്നെ നമ്മൾ അതിലുള്ള ഏത് കോട്ടൺ ആയാലും ഏത് നൈസായിട്ടുള്ള ഏത് ഡ്രസ്സായാലും അത് പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. ഇതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ദേ കണ്ടോ, ഇതുപോലെ നമ്മൾ പെട്ടെന്ന് പൗഡറും തട്ടി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ക്ലീനായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾക്ക് കിട്ടുക. ഇനി നമ്മളുടെ സിങ്കിലൊക്കെ രാത്രി സമയത്ത് നമ്മൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാൽക്കം പൗഡർ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സിങ്കിലുള്ള ബാഡ് സ്മെല്ല് വരാതിരിക്കാനും അതേപോലെ കീടനാശിനികളൊക്കെ വരാതിരിക്കാനും ഒക്കെ നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള അടുത്ത ടിപ്സാണ് നിന്ന് നോക്കാം. അത് നമ്മളുടെ ചുവരിൻ്റെ അടിയിലേക്ക് നമ്മളുടെ പൊടിപടലങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾക്ക് തുടച്ച് മാറ്റാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ ഭാഗത്ത് ഒരു കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും പൗഡർ തൂവി കൊടുക്കേണ്ട. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ മെല്ലെ ഒന്ന് ഉരസി കൊടുത്താൽ മതി കേട്ടോ. ആ പൊടിപടലങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ നമ്മളുടെ ചുമരിൽ ഇങ്ങനെ ഉറുമ്പുകൾ അതേപോലെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്താലും നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. അത് നല്ലൊരു ടിപ്സ് തന്നെയാണ്. നമ്മളുടെ കോണിപ്പടികളുടെ ഇടയിൽ അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ എന്താ പറയുക ടൈൽസിൻ്റെ ഇടയിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ എല്ലാം ക്ലീനായി കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് പെട്ടെന്ന് നോക്കാം. ഇനി നമ്മളുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ഫ്ലെയിം വളരെയധികം കുറയുന്നുണ്ടെങ്കിൽ അതൊന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു പിന്നെടുത്തിട്ട് വലിയ ട്യൂബിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗോൾഡൻ ട്യൂബുണ്ട്, അതിലോട്ട് നമ്മളൊന്ന് മെല്ലെ ഒന്നിങ്ങനെ ഇറക്കിയിട്ട് മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കത്താത്ത സ്റ്റൗവും നമ്മൾക്ക് നല്ലതുപോലെ ഫ്ലെയിം നല്ല കൂട്ടി തന്നെ നമ്മൾക്ക് കത്തിക്കിട്ടും നല്ല ഫ്ലെയിമും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. കൂടെ തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ കേട്ടോ.
അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോസുമായി ഉഷാർ വീഡിയോയുമായി വീണ്ടും കാണാം.